സംസ്ഥാനം നീങ്ങുന്നത് സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 4 മാസം മാത്രം ബാക്കി നിൽക്കെ കടപരിധിക്ക് മേൽ വീണ്ടും കടം എടുക്കാൻ ഒരുങ്ങി സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പിടിച്ച തുക പൂർണ്ണമായും നൽകാൻ ധനവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഈ മാസം പകുതിയോടുകൂടി ട്രഷറി ഓവർഡ്രാഫ്റ്റിലേക്ക് കടക്കും. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, സംസ്ഥാനം സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നതല്ലേ? ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും, നിഖിൽ. കാരണം ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ 4 മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതോടൊപ്പം തന്നെ സർക്കാരിന് കടമെടുപ്പ് പരിധിക്ക് മുകളിലേക്ക് സർക്കാർ ഇപ്പോൾ തന്നെ കടമെടുത്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഇരട്ടിയിലേക്ക് നിലവിൽ അനുവദനീയമായതിൻ്റെ മുകളിലേക്ക് കടമെടുക്കാൻ സർക്കാർ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ശമ്പളം നൽകാനും ക്ഷേമ പെൻഷനുകൾ നൽകാനും ഒക്കെ വലിയ രീതിയിലുള്ള കടമെടുപ്പിലേക്ക് സർക്കാർ പോകേണ്ടി വരും. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അതിനുള്ള അനുവാദം കിട്ടുമോ എന്നുള്ള സംശയവും ബാക്കി നിൽക്കുന്നു. സഹകരണ സംഘങ്ങൾ വഴി 3000 കോടി കണ്ടെത്താനുള്ള ഒരു ശ്രമം ഇതിനിടയിൽ സർക്കാർ നടത്തിയിരുന്നു. അതിലും ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം നേരത്തെ തന്നെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യവുമായി ഇത്തരമൊരു നിരവധി തവണ കടമെടുത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ആ സഹകരണ സംഘങ്ങൾ ഈ കാര്യത്തിൽ സഹകരിക്കുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ മാസം പകുതിയോടെ സംസ്ഥാനം ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകുമെന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നത്. അങ്ങനെ ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ക്രിസ്മസ് ചെലവുകൾക്കടക്കം പണം കണ്ടെത്തണമെങ്കിൽ അത് പുറത്തുനിന്ന് കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ സംസ്ഥാനം എന്താണ് ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള സംശയവും ആശങ്കകളും ഒക്കെ ഒരു പക്ഷത്തുണ്ട്. വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോകുക എന്നുള്ളതാണ്. എന്തായാലും ഈ പുറമെ വീണ്ടും കടമെടുക്കാനുള്ള അനുവാദമൊക്കെ ചോദിച്ച് കേന്ദ്രത്തെ സമീപിക്കുക എന്നുള്ളതാണ് കേരളത്തിന് ഇനി ചെയ്യാനുള്ളത് എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അത്തരമൊരു കാര്യത്തിലേക്ക് സർക്കാർ പോകുമെന്നുള്ളത് സംശയം തന്നെ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും ബാക്കി വന്നിട്ടില്ല. എന്തായാലും സംസ്ഥാനം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കൂടുതൽ പണം കണ്ടെത്താൻ സർക്കാരിന് കഴിയാത്ത സാഹചര്യമുണ്ട്. ഈ പെൻഷൻ ഫണ്ടിൽ നിന്നും കിഫ്ബിയിൽ നിന്നുമൊക്കെയുള്ള കടമെടുപ്പ് അത് ആലോചനയിലുണ്ടെങ്കിലും ശരി, അത് അടുത്ത സാമ്പത്തിക വർഷത്തെ സംസ്ഥാനത്തിന്റെ പൊതുഘടകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കണക്കിലാക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അതും കൂടുതൽ പ്രതിസന്ധി സർക്കാരിന് സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ആലോചനകളും ഇപ്പോൾ ഉണ്ട് എങ്കിലും കാര്യമായ നടപടികളിലേക്ക് സർക്കാർ പോകുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രതിസന്ധിയായിട്ടുള്ളത് ക്രിസ്മസ് ചെലവുകൾക്ക് പണം കണ്ടെത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞാൽ എങ്ങനെ വരുന്ന മാർച്ച് മാസത്തിനുള്ളിൽ വരുന്ന ഈ 4 മാസത്തിനുള്ളിൽ ശമ്പളം നൽകാനും മറ്റുമുള്ള നടപടിക്രമങ്ങൾക്ക് എങ്ങനെ പണം കണ്ടെത്തുന്നുള്ള ആശങ്കയും സർക്കാരിന് ഉണ്ട്, നിഖിൽ. ശരി പ്രജിത്ത്, സംസ്ഥാനം സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 4 മാസം മാത്രം ബാക്കി നിൽക്കെ കടപരിധിക്ക് മേൽ വീണ്ടും കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും പ്രജിത്ത് മോഹനൻ.